നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചൈതന്യം പ്ലാറ്റ്ഫോം ജ്യോതിഷ കാര്യങ്ങളിൽ നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട്, അഭിപ്രായത്തിന് വേണ്ടിയിട്ട് കേട്ടോ. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അത് 2026 പുതുവർഷം, അതിൻ്റെ ഫലങ്ങൾ വളരെ ചുരുക്കി ക്രോഡീകരിച്ച് നമുക്ക് ഓരോ രാശി ആ നക്ഷത്രത്തിൽ വരുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. 2025 നമ്മുടെ മുന്നിലുണ്ട് അനുഭവം. ആ വെളിച്ചത്തിൽ നമ്മൾ 2026 സമയത്തോളം പഞ്ചാംഗ ഫലവും രാശിഫലവും അതോടൊപ്പം പ്രശ്നം ആരൂഢിച്ച ഫലവും കൂടി വെച്ച് ഒരു ഗണിത നിർണയമാണ് ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഒരു മുൻവിധിയോടുകൂടി ഇവിടെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ മുൻവിധി പൂർണ്ണമായിട്ടും ശരിയാകണമെന്നില്ല. അവരവരുടെ വിശ്വാസത്തിലും താല്പര്യത്തിലും അവരവരുടെ വർക്കിലും താൻ പാതി ദൈവം പാതി നമ്മളും കൂടെ ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും വിധി പൂർണ്ണമാകും, ഓരോ ചെറിയ കാര്യത്തിലായിരുന്നാലും. അപ്പോൾ അതിൽ നമുക്ക് ഈ രാശിസ്ഥിതി ഫലങ്ങൾ, വർഷഫലങ്ങൾ, മാസഫലങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ നമുക്കത് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലും ഒരു വർഷത്തെ കാഴ്ചപ്പെടുന്ന നമ്മൾ കാണേണ്ടത് ആ ഒരു വ്യൂവിലാണ്. കുറച്ച് വികസിതമായിട്ടുള്ള കാഴ്ചപ്പാട് വേണം. അത് നമ്മുടെ വീട്, നമ്മൾ, വ്യക്തി, വീട്, ഗ്രാമം, ജില്ല, സ്റ്റേറ്റ്, നാഷണൽ, അഖിലേന്ത്യാ തലത്തിൽ, പിന്നെ അഖില ലോക തലത്തിൽ, ഈ തരത്തിലായിട്ട് അതിൻ്റെ ഗണിതഭാവ നിർണയം നോക്കുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അത് ടച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അനുഭവത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതിൽ മേടൻ രാശി നമുക്ക് നോക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും നമ്മുടെ ചൈതന്യത്തിൻ്റെ പേരിലും അതോടൊപ്പം നമ്മുടെ പ്രമുഖ ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ വാർഷിക ഫലം ചാനലിൻ്റെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ പേരിൽ ദൈവാതെ സ്തുതിച്ചുകൊണ്ട് നല്ലൊരു വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവകടാക്ഷ കൃപ നമുക്കെല്ലാവരിലും നിറഞ്ഞുണ്ടാകട്ടെ ഈ വരുന്ന വർഷങ്ങളിൽ. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് മകരവിളക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്നു ജനുവരി മാസത്തിൽ. അത് വെച്ച് നോക്കുമ്പോൾ ഈ വർഷഫലത്തിൽ മേടൻ രാശി എടുക്കാം. അശ്വതിയും ഭരണിയും കാർത്തികക്കാരും ഉൾപ്പെടുന്ന മേടൻ രാശി. പല നിർണായകമായിട്ടുള്ള കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ പറ്റാതെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള നഷ്ടങ്ങൾ, ലോസുകൾ വന്നിരിക്കുന്നു. അതായത് ലിസ്റ്റിലുണ്ട്, വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു, നടന്നില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞു, സെലക്റ്റായി, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, നടന്നില്ല. പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഡീലിങ്സുകൾ, വാങ്ങലും കൊടുക്കലും പലതും പോസിറ്റീവായിട്ടെല്ലാം വന്നിട്ട് നീണ്ടുപോകുന്നു. ഇങ്ങനെ ഡിലേ ആയി അല്ലെങ്കിൽ മാറ്റിവെച്ച കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 2026 മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം അനുകൂലമായിട്ടുള്ള വിജയം, അത് നടക്കാനുള്ള സക്സസ് ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നടക്കുകയും നമുക്കതിലൊരു നേട്ടവും മെച്ചവും ഉണ്ടാകും. അപ്പോൾ വീണ്ടും തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ആ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം നിശ്രാന്ത പരിശ്രമം പറയും. അവിടെ നമുക്ക് ദൈവകടാക്ഷം കൂടി വേണം. ഇവിടെ 11 ദിവസം വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വര ഭഗവാനും കറുകപ്പുല്ല് കൊണ്ടുള്ള മാല ഭഗവാന് ചാർത്തി തൊഴുത് 11ാമത്തെ ദിവസം ഗണപതി സൂക്താർച്ചന നടത്തി
പറ്റുമെങ്കിലൊരു കൂട്ട് ഗണപതി ഹോമം നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷം. അതിൻ്റേതായിട്ടുള്ള ഫലവും മാറ്റവും പോയ നഷ്ടം നികത്താൻ, കഴിഞ്ഞ വർഷത്തെ നഷ്ടം നികത്താൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. കാർത്തിക മുക്കാൽ രോഹിണി മകയിലത്തര ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 പുതുവർഷം പലതരത്തിലുള്ള കുടുംബകാര്യങ്ങളിൽ നമ്മുടെ തൊഴിൽ മേഖലയിൽ ഈ രണ്ടായിട്ട് തിരിക്കാം. മാറ്റം അനിവാര്യമായിട്ടുള്ള സമയം. രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് ആലോചിച്ച് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള ഫലം ഉണ്ടാവും. പിന്നെയോ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ പാർട്ട്ണർഷിപ്പിലായിരുന്നാലും വ്യക്തിപരമായിട്ടായിരുന്നാലും വളരെ ആഗ്രഹിച്ച കാര്യങ്ങൾ ബിസിനസ് മേഖലയിലേക്ക് വളർത്തിയെടുത്താൽ വിജയിക്കാൻ പറ്റിയ വർഷമാണ്. ധൈര്യമായിട്ട് അതിൻ്റെ കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും സാമ്പത്തികവും മറ്റു കാര്യങ്ങളെല്ലാം വലിയ തടസ്സങ്ങൾ കൂടാതെ നമുക്ക് നടത്തി അതിൽ വിജയിക്കാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. മൂന്നാമത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക കാര്യമുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല മേഖലയിൽ നിന്നുള്ള എതിർപ്പുകൾ മുമ്പുണ്ടായ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം 2025 ലീഗൽ പ്രോബ്ലം, പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ ഉണ്ടാകേണ്ട സാഹചര്യവും ശത്രുതാദോഷവും അത് 2026 വരുമ്പോഴത്തേക്ക് അതിലൊരു സെറ്റിൽമെൻ്റ് എന്നുള്ള രീതിയിൽ വരാനും നമുക്ക് നഷ്ടങ്ങളും കോട്ടങ്ങളും സാമ്പത്തികമായിട്ടും സമയമായിട്ടും നികത്തി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെ ശിവഭഗവാന് മഹാദേവർക്ക് 5 തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും നടത്തി 5ാമത്തെ തിങ്കളാഴ്ച ഭഗവാന് പഞ്ചാഭിഷേകം നടത്തുക. പാല്, ഇളനീര്, ഭസ്മം, അതോടൊപ്പം എണ്ണ, അതോടൊപ്പം തന്നെ പഞ്ചാമൃതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദ്രവ്യം 5 അഭിഷേകം നടത്തണം. വളരെ മാറ്റം ഉണ്ടാകും. നമ്മൾ എന്താണോ താല്പര്യപ്പെടുന്നത് നമുക്ക് നടക്കാനുള്ള തടസ്സം ഉണ്ടാകുന്നത്, ഇത് ഈശ്വര കൃപാകടാക്ഷത്താൽ അനുകൂലമാകുന്നുള്ള യാതൊരു സംശയമില്ല. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ, മുക്കാല് മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 2026 എന്നുള്ള ഇയർ സൂപ്പറായിരിക്കും. ലോട്ടറി അടിക്കും എന്നുള്ളത് അല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ ചില ഭാഗ്യങ്ങൾ നമുക്ക് വരും എന്നുള്ളത്, ചെറുതായിരുന്നാലും വലുതായിരുന്നാലും എന്നുള്ളതല്ല, ഭാഗ്യകടാക്ഷം അനുകൂലമാണ്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഹെൽപ്പ് ഉണ്ടാകും. കുടുംബശ്രീയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രോജക്റ്റ്, പുതിയതായിട്ടുള്ള ഓഫർ, ആ മാറ്റം നേടിയെടുക്കാനും വിജയിക്കാനും പറ്റുമെന്നുള്ളത്. അതോടൊപ്പം മിഥുനൻ രാശി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗാതി ദുരിത ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിൽ ഭക്ഷണക്രമം ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം. കാരണം ഭക്ഷണക്രമം അവരവരുടെ ഇഷ്ടവും സ്വാദും എന്നുള്ളത് മാറ്റി ചില കാര്യങ്ങൾ നമ്മുടെ ദഹനത്തെയും മറ്റു കാര്യത്തെയും ബാധിക്കുന്നത് നെഗറ്റീവായാലും എന്ത് ചെയ്യും. അപ്പോൾ ഈ ഭക്ഷണക്രമത്തിന് നമ്മളായിട്ട് തന്നെ ഒരു നിഷ്കർഷ ഉണ്ടാക്കി ഫോളോ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. അല്ലെങ്കിൽ അത് മൊത്തം ആരോഗ്യത്തെ അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ വൈദ്യനാഥ കവചിത പൂജ ചെയ്ത്, ശ്രീ മഹാവൈദ്യനാഥ കവചിത പൂജ ചെയ്ത ദേഹരക്ഷ ധരിക്കുന്നത് അനുകൂല സമയമാണ്. അല്ലെങ്കിൽ ധന്വന്തര കവച മന്ത്രം ധരിക്കുന്നതും വളരെ വിശേഷമാണ്. ഈ പറയുന്ന രോഗാതി ദുരിത ലക്ഷണങ്ങൾ നമ്മളെ അലട്ടാനും വേട്ടയാടാനും സാധ്യത വളരെ കുറയും. പുണർതത്തിൽ കാല്, പൂയം, ആയില്യം കർക്കിടകരാശി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷത്തിലേക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളതാണ്. കാരണം ശുദ്ധ മനസ്സുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറേ അനുഭവിച്ചു കഴിഞ്ഞു.
ഈ 2025. ഒറ്റ വാക്കി പറഞ്ഞാൽ പലരെയും വിശ്വസിച്ചതും സഹായിച്ചതും പ്രതീക്ഷിച്ചതും എല്ലാം വൃഥാവിലായി എന്നുള്ളതാണ്. ചില സ്നേഹബന്ധങ്ങൾ, ആത്മാർത്ഥമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, അതോടൊപ്പം തന്നെ അഫെയർ ബന്ധങ്ങൾ ഒക്കെ പൊടുന്നനെ നിസ്സാര കാര്യങ്ങളാൽ വരുന്ന 3 മാസത്തിനകത്ത് തെറ്റിദ്ധാരണ കൊണ്ടും മറ്റുള്ളവരുടെ സ്വാധീനവും നുണയും കൊണ്ടും നമ്മളിൽ നിന്ന് അകലാനോ ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമ്മൾ മുൻപിലേ കണ്ട് പ്രതിരോധിച്ചു പോയില്ലെങ്കിൽ മാനസിക സംഘർഷത്തിൽ നമ്മൾ പെട്ടു. ഫോൺ പോലും ബ്ലോക്ക്, മെസ്സേജിന് പോലും മറുപടി ഇല്ലാത്ത അവസ്ഥ വന്നാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അതിൽ നിന്ന് നമ്മൾക്ക് പുറത്ത് മറികടന്നേ പറ്റൂ. ഇവിടെ സുബ്രഹ്മണ്യ കവചിത മന്ത്രം സനൽകുമാരോപചാരക്രിയാ പൂജ ചെയ്ത് സുബ്രഹ്മണ്യ കവചിത മന്ത്രം നമ്മുടെ പേഴ്സിലോ നമ്മുടെ വാഹനത്തിലോ നമ്മുടെ സ്ഥാപനത്തിലോ നമ്മൾ സാമീപ്യം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ അത് നമ്മൾ മുഖാന്തരം മറ്റു പലരെയും കൂടി ആ പ്രശ്നങ്ങൾ, ഫാമിലി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മകം, പൂരം, ഉത്രത്തിക്കാല് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം ഈ വർഷത്തിൽ കുറേ കാര്യങ്ങളിൽ നമുക്ക് അനുഭവ ഗുണമുണ്ടാകാൻ യോഗമുണ്ട്. അതായത് ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപ ബന്ധനങ്ങൾ, പരിസരത്തുള്ള വീട്ടിലെ മറ്റു ജാതിയുടെ ആയിരുന്നാലും പൂർവീയമായിട്ടുള്ളതായിരുന്നാലും കുഞ്ഞുങ്ങൾ മരിച്ചതിൻ്റെ കന്യാവിൻ്റെ ആയിരുന്നാലും അതോടൊപ്പം സൂയിസൈഡ് അറ്റംപ്റ്റ് ആ തരത്തിൽ മുമ്പുണ്ടായിട്ടുള്ളതായിരുന്നാലും അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഉണ്ടായിട്ടുള്ളതായിരുന്നാലും ആ വക ശാപപാപ ബന്ധനങ്ങൾ നമുക്കോ ഇനിമേൽ നമ്മുടെ വരും തലമുറകളെയോ അത് ദോഷകരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ, പരിഹാരം നമ്മൾ ചെയ്യണം. ഇതിന് ലക്ഷ്മി നാരായണ പീഠപൂജ ചെയ്ത് ത്രിഭൂഷണ സമർപ്പണം, വെള്ളിയിലെ ചന്ദ്രക്കലയും താലിയും അതോടൊപ്പം ഗോപി പൊട്ടിലും ഉപചാര സമർപ്പണ ശുദ്ധി ചെയ്ത് 3 പാദത്തിലായിട്ട് അത് സമർപ്പിക്കുക. ചന്ദ്രക്കല ശിവൻ്റെ നടയ്ക്കും, ഗോപി നാമം വിഷ്ണുപാദത്തിങ്കലും, അതോടൊപ്പം താലി ഭഗവതി പാദത്തിലും. അപ്പം ഇതിന് 3 അർത്ഥം. താലി സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി ഏകീകരിക്കുക, നമ്മളിലേക്ക് ആവാഹിക്കുക എന്നുള്ളതാണ്. ഏതൊരു കുടുംബത്തിൻ്റെയും ശക്തിയുടെ പ്രതീകം അതാത് മംഗല്യസൂത്രമാണ്, താലിയാണ്. അതൊരു പ്രത്യേക പവറാണ്. അതിന് കൂടുതൽ എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരണമെങ്കിലേ ആ ഗൃഹാന്തരീക്ഷത്തിൽ ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകും. അതിന് ഭഗവതിയെ ചുമതലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഭഗവതിയെ മുന്നിൽ സമർപ്പിക്കുന്ന, അല്ലെങ്കിൽ ഭഗവതിയുടെ മുന്നിൽ നമ്മൾ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു ചടങ്ങാണ് ഈ താലി സമർപ്പണം. വിഷ്ണു സമർപ്പണത്തിൽ കൂടുതലും ലക്ഷ്മി അനുകൂല അനുഗ്രഹം ഉണ്ടാകാൻ ആ നാമം പൊട്ട് സമർപ്പിക്കണം. അപ്പോൾ ശിവന് അതോടൊപ്പം തന്നെ ശത്രുദോഷവും മറ്റ് കാര്യങ്ങളിലും നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ ചന്ദ്രക്കല. ഇത് സമർപ്പിക്കുന്നതോടൊപ്പം ലക്ഷ്മീനാരായണ സമർപ്പണം, ലക്ഷ്മീനാരായണ സങ്കല്പത്തിലുള്ള സമർപ്പണവും ചതുർബാഹു സങ്കല്പത്തിലുള്ള സമർപ്പണവും ചെയ്ത് തിലഹോമവും കൂടി ചെയ്യുമ്പോൾ പിതൃക്കളുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം നമുക്ക് വളരെ അനുകൂലമായിട്ട് വരും, പ്രത്യേകിച്ച് ഈ വർഷം. അതനുസരിച്ചുള്ള മാറ്റം നമുക്ക് ഈ വരുന്ന വർഷത്തിൽ 2026 നമ്മുടെ എല്ലാ മേഖലയിലും അതിൻ്റെ ഉയർച്ചയുണ്ടാകും, യാതൊരു സംശയമില്ല. ഉത്രത്തിൽ മുക്കാല് അത്തം ചിത്തിരത്തര കന്നിരാശിക്കാരുടെ വാർഷിക ഫലം നമ്മൾ നോക്കുമ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർ ചില പ്രശ്നങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. ജോലി നഷ്ടപ്പെടുക, ശമ്പളം വെട്ടിക്കുറയ്ക്കുക, സ്ഥാനക്കയറ്റത്തിന് പകരം സ്ഥാനം ഇറക്കുണ്ടാകുക, ഇങ്ങനെയുള്ള ചലഞ്ചസ് വരാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് വിദേശത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ IT മേഖലയിൽ ചില പ്രോബ്ലംസ് നമ്മളറിയാതെ വരാനും ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് നമ്മളും പുറത്തു പോകേണ്ട അവസ്ഥ വന്നുകൂടായില്ല. കരുതൽ വേണം.
ജാഗ്രത വേണം. രണ്ടാമത്, മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരാനും ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും വഴിപ്പെടാത്തതിൻ്റെ വാശിയോടുകൂടി നമ്മളവിടെ നിന്ന് പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. മറ്റ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തൊഴിൽ മേഖല, സർവീസ് മേഖല ചിലപ്പോൾ മാറി ചിന്തിച്ച് പോകേണ്ടി വരും. ഇവിടെ മഹാസുദർശന കവചിത മന്ത്രം നമ്മുടെ പൂജാമുറിയിൽ വെച്ചിട്ട് 41 ദിവസം നെയ്വിളക്ക് കത്തിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഈ വരുന്ന പ്രശ്ന കലുഷിതമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും, പോസിറ്റീവായിട്ട് വരാൻ പറ്റും. ചിത്തിരത്തര, ചോതി, വിശാഖത്തി, മുക്കാൽ തുലാം രാശി നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈ 2.25 നക്ഷത്രം എന്ന് പറയുന്ന ഓരോ രാശിയുടെയും ഫലങ്ങളിൽ ഓരോരോ കയറ്റവും ഇറക്കവും ഉണ്ടാവുന്നു. അതിൽ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും ഒരുപോലെ കാണുന്നുണ്ട്. അത് പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ മുമ്പ് കാര്യങ്ങളെ വലിച്ചിഴക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ പോയ വർഷങ്ങളിൽ താണ്ടിയത് ഇപ്പോൾ ആ ശത്രുദോഷം അല്ലെങ്കിൽ വൈരാഗ്യം അല്ലെങ്കിൽ നമ്മളോടുള്ള വെറുപ്പ് അധികരിച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവിടെ ശത്രു സംഹാര പൂജ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരുന്നു. ശത്രുവിനെ നിഗ്രഹിക്കില്ല, ശത്രുദോഷങ്ങളെ നമുക്ക് നിഗ്രഹിക്കുക എന്നുള്ള ശത്രുക്കൾ മുഖാന്തരം ഉണ്ടായിട്ടുള്ള നെഗറ്റീവ്സ്, അതിന് ഏറ്റവും നല്ലത് ഉഗ്ര നരസിംഹ ഹോമം തന്നെയാണ്. അത് നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ അല്ലെങ്കിൽ അമ്പലത്തിലോ അത് ചെയ്ത് അതിനുള്ള ചതുർദോഷ നിവർത്തി വരുത്തി ആ ഹോമത്തിൽ പരിഹാരക്രിയയിൽ ശത്രുപാപശാപസ്തംഭന ബന്ധനങ്ങൾ തീർത്ത് നരസിംഹ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഈ വർഷം ആ വക പ്രശ്നങ്ങൾ നമ്മൾ കൂടുതൽ വേട്ടയാടാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഗതിവിഗതികൾ നമുക്ക് പോസിറ്റീവായിട്ട് വരും. യാതൊരു വിശാഖത്തിക്കാല്, അനിഴം, തൃക്കേട്ട, അത് വൃശ്ചികം രാശി നക്ഷത്രക്കാർ. അവരെ സംബന്ധിച്ചോളം ജൂൺ ജൂലൈ മാസത്തിൽ ചെയ്യുന്ന ജോലിയിൽ ഒരു ഷഫ്ലിങ് വരാനും അതനുസരിച്ച് കാര്യങ്ങൾ ചിട്ടപ്പെടുത്താനും താമസം മാറാനും ചിലപ്പോൾ സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഏപ്രിൽ മുതൽ അതിനുള്ള സാധ്യത, പ്രത്യേകിച്ച് ജൂൺ ജൂലൈ നമ്മൾ കരുതൽ ശ്രദ്ധയും ആവശ്യമാണ്. ഇവിടെ സംഘടനാ ഫീൽഡിൽ പൊളിറ്റിക്സ് മേഖലയിൽ പ്രത്യേകിച്ച് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളിൽ അധികരിച്ച് നമ്മളുടെ നിലപാടുകൾ മാറ്റാനും തയ്യാറായില്ലെങ്കിൽ നമുക്ക് ലോസ്, നഷ്ടം വളരെ വലുതായിട്ട് വരും. ഇതിൻ്റെ പിന്നിൽ മറുഭാഗത്തുള്ള ഉള്ളിലുള്ള ശത്രുദോഷവും മറുഭാഗത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മൾ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം കുടുംബ പ്രശ്നങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ശ്രദ്ധയും നമ്മുടേതായിട്ടുള്ള താല്പര്യക്കുറവും കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾ ഡിവോഴ്സ് വേണമെന്നുള്ള രീതിയിലേക്ക് തന്നെ ചിന്തിക്കാൻ പ്രേരകമാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ഷമിക്കുക, സഹിക്കുക, മുന്നോട്ട് പോവുക, മനസ്സിലാക്കുക, അത് കുട്ടികൾക്ക് വേണ്ടിയായിരിക്കണം. അപ്പോൾ ആ വക പ്രശ്നങ്ങളിൽ നമുക്ക് കോട്ടവും നഷ്ടവും വരാതിരിക്കാനുള്ള ഐക്യമത്യ സൂക്താർച്ചന നമ്മൾ ചെയ്യുന്നത് ഉചിതമാണ്. ഐക്യസൂക്താർച്ചന, സംവാര സൂക്താർച്ചന, ഇത് ചെയ്യുന്നത് വളരെ വിശേഷം. 11 ദിവസം ശിവഭഗവാനോ അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിലോ ചെയ്യുന്നത് മാറ്റമുണ്ടാകും. ഏകീകരണം, എൻ്റേത് നമ്മുടേത് എന്നുള്ള ഏകീകരണ ഭാവത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനുരാശി. ഈ ധനുരാശി നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. എക്സാം ടൈമിൽ, പ്രത്യേകിച്ച് +2 മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അലസതയും മന്ദതയും കാണുന്നുണ്ട്. അത് മാറ്റിയെടുക്കണം.
നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും ഈ വർഷം നല്ല രീതിയിൽ കാര്യങ്ങൾ റിസൾട്ട് വന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലോസ് ഉണ്ടായി തീരെ താഴോട്ട് പോകുക എന്നുള്ളത് കഷ്ടവും നഷ്ടമാണ്. ആർക്ക്? അവരവർക്ക് തന്നെ. അപ്പോൾ ഇതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ വ്യക്തമായിട്ടുള്ള ചില അടിത്തറ ഉണ്ടായേ പറ്റൂ ഈ കാലയളവിൽ. ഇവിടെ പഠന കാര്യങ്ങളിലുള്ള ശ്രദ്ധയും താല്പര്യവും കുറച്ചുകൂടെ അധികരിച്ച് വരണം. എപ്പോഴും പഠിയെന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എന്താ കാര്യം എന്നുള്ളത് ചോദിക്കുന്നത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങളിൽ നമ്മുടേതായുള്ള ഒരു സഹനശക്തി വേണം. ഇവിടെ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് പൂജിച്ച് ധരിക്കുന്നത് നമുക്ക് വളരെ ഗുണപ്രദമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതോടൊപ്പം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളിൽ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഈ ഷെയർ മാർക്കറ്റ് മറ്റു മേഖലയിൽ നിൽക്കുന്നവർ പ്രായോഗിക തലം ചിന്തിച്ച് പോയില്ലെങ്കിൽ പെട്ടുപോകും. അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ കൂടെ നിൽക്കുന്നവരെ 100% വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. നഷ്ടവും കോട്ടവും നമുക്കറിയാതെ നമ്മളെ വിഴുങ്ങും. വീണ്ടും പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട ബാധ്യത എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുക. ഈ വർഷം നമുക്ക് മനോഹര ഐശ്വര്യ സാധ്യത ലക്ഷ്മി സാന്നിധ്യം കൊണ്ട് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് അനുഭവപ്പെടും, നേട്ടവും ഉണ്ടാകും. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരൻ രാശി. ആ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 പ്ലസ് 2027 മധ്യഭാഗം വരെ ചെയ്യേണ്ടുന്ന ചില പ്രോജക്റ്റുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതിൽ പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകാനുള്ള 1-2 ബിഗ് പ്രോജക്റ്റുകളുമായിട്ടുള്ള എഗ്രിമെൻറ്റ് അനുകൂലമാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം എഞ്ചിനീയറിംഗ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ചില ഓപ്പർച്യൂണിറ്റിയും സാധ്യതയും അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കലാപരമായുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നല്ല നല്ല പ്രോജക്റ്റുകൾ, വർക്കുകൾ, അതോടൊപ്പം മികവ് പ്രദർശിപ്പിച്ച് അംഗീകാരം കിട്ടാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് പോസിറ്റീവായിട്ട്. വാഗ്ദേവിയും കുലദേവിയും കലാദേവിയെ നമുക്ക് മനസ്സിൽ സ്മരിച്ചാൽ മാത്രം പോരാ, അത് ആവാഹിച്ചെടുക്കുകയും വേണം. കാരണം സിദ്ധി എന്ന് പറയണത് യുക്തി കൊണ്ടുണ്ടാകില്ല, സമർപ്പണം കൊണ്ടേ ഉണ്ടാവും. ഇവിടെ വേണ്ടുന്നത് അമൃതശൂലിനി കവചിത മന്ത്രം നമ്മുടെ ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സാമീപ്യം ഉണ്ടാവുകയോ ചെയ്യണം. മഹാ അമൃതശൂലിനി കവചിത മന്ത്രം നല്ല രീതിയിലുള്ള മാറ്റം കലാഫീൽഡ് നിൽക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള മെച്ചവും ഉയർച്ചയും ഉണ്ടാകും, യാതൊരു സംശയമില്ല. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. ആ നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇവിടെ 3 തരത്തിലുള്ള ശത്രുദോഷം പല മേഖലയിൽ നിന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ള കാര്യങ്ങൾ ഈ വർഷം കാണുന്നുണ്ട്. ഒന്ന് തൊഴിൽ മേഖല, അത് ബിസിനസ് മേഖലയും ആകാം. അവിടെ അനാവശ്യമായിട്ടുള്ള ചലഞ്ചസും കോമ്പറ്റീഷനും വന്ന് നമ്മളെ പേര് അല്ലെങ്കിൽ നമ്മളുടെ സർവീസിനെ അവിടെ നെഗറ്റീവായിട്ട് ഇകഴ്ത്താനുള്ള ചില സാധ്യത പല മേഖലയിൽ നിന്നുണ്ടാകും. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം നമ്മൾ വിട്ടാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ചില ടീംസ് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് വന്ന് നമ്മളെ പൂട്ടിക്കെട്ടിക്കാനുള്ള പല തരത്തിലുള്ള ശ്രമങ്ങളും ഈ വർഷം നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റൂ. കാരണം നമ്മുടെ വർക്കിൽ, നമ്മുടെ വിജയത്തിലുള്ള അസൂയ അത് നമ്മളെ ബാധിക്കാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സന്താന ഭാഗ്യത്തിൽ തടസ്സങ്ങൾ കണ്ട് 1-2 തവണ പോസിറ്റീവായിട്ട് വന്നിട്ടും ഉറയ്ക്കാതെ കുഞ്ഞിക്കാല് കാണാൻ പറ്റാതെ മനോദുഃഖത്തിലിരിക്കുന്ന അനുകൂല സമയം. ഇവിടെ പൊതുവെ നോക്കുമ്പോൾ ഈ കുംഭം രാശി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നമുക്ക് ഗുണകരമാക്കി എടുക്കാനുള്ള ദൈവാധീന കാര്യങ്ങൾ ചെയ്യും. അതിൽ ത്രൈമൂർത്തയെ ഭാവുകസ്ഥാനെ ഉപചാര സമർപ്പിത ക്രിയേ, ത്രൈമൂർത്തയം 3 ഭാവങ്ങളിലേക്ക് മൂർത്തിയെ സങ്കല്പിച്ചു കൊണ്ടുപോകണം. അതിലൊന്ന് കുടുംബ മൂർത്തികൾക്ക് തന്നെ,
നമ്മുടെ കുടുംബ ദേവാലയത്തിൽ അതിൻ്റേതായുള്ള പ്രായശ്ചിത്തവും പരിഹാരവും സമർപ്പണവും ചെയ്യണം. എന്നെ മറന്നോ എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. അത് യോഗീശ്വര, മന്ത്രമൂർത്തി, തമ്പുരാൻ തുടങ്ങിയുള്ള മൂർത്തികളുള്ളിടത്തും ശക്തി, ശിവൻ, ശാസ്താവ് കുടുംബമൂർത്തികളെ സംബന്ധിച്ചോളം അതാത് കീഴ്വഴക്കം അനുസരിച്ചിട്ടുള്ള സമർപ്പണ പൂജ ചെയ്യുക, അനുകൂലമാക്കുക. പിതൃക്കൾക്കുള്ള അനുഗ്രഹം നമ്മൾ വീണ്ടും നേടിയെടുക്കുക. തിലഹോമം, ലക്ഷ്മീനാരായണം പൂജ, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന് പാൽപ്പായസ നിവേദ്യം, ഇത് ചെയ്ത് നമ്മുടെ പൂർവ്വ പുണ്യ പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് ഗുണഗണമായിട്ട് വരണം. അവർ എന്നെ മറന്നു എന്നുള്ള ചോദ്യം അവിടെയും വരാൻ പാടില്ല. മൂന്നാമത് ഇഷ്ടദേവതാ സമർപ്പണം. അവരവരുടെ ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ആത്മസമർപ്പണം എന്ന് പറയും. അപ്പോൾ അത് ജപമാകാം, ഉപാസനയാകാം, പ്രാർത്ഥനയാകാം, വ്രതമാകാം. പലതരത്തിലുള്ള വ്രതങ്ങളുണ്ട്. ഷഷ്ടിവ്രതം, പ്രദോഷവ്രതം, ഏകാദശി വ്രതം, ദ്വാദശി വ്രതം. അതിലേക്ക് നമ്മളൊന്ന് ഈ വർഷം 2026 തയ്യാറെടുത്ത് നമ്മൾ ആചരിച്ചാൽ വളരെ നേട്ടം. മാനസിക ശക്തി, ശാരീരിക ശക്തി, സാമ്പത്തികമായ ശക്തി, ഇതെല്ലാം നമ്മളെ തേടി നമുക്ക് ഫുൾ എനർജിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വർഷമാണ്. ഇവിടെ പ്രത്യേകിച്ച് അഷ്ടനീരാഞ്ജനം, ശാസ്താവിന്, അയ്യപ്പസ്വാമി ഭഗവാൻ എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ നെഗറ്റീവ്സ് നമുക്ക് ബാധിക്കാതെ, ദുരിതങ്ങൾ ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം. ശനി ദോഷ നിവാരണ പരിഹാര സങ്കല്പം എന്ന് വേണമെങ്കിലും പറയാം. ശനിക്ഷേത്ര ഭാവുകം എന്ന് പറയാം. പൂരോരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, മീനം രാശി. ഈ മീനം രാശിക്കാരെ സംബന്ധിച്ചോളം 2026 വളരെ പ്രയോജനകരമായിട്ട് നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്ക് വരെ ഗുണപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാം. അതായത് മുടങ്ങിപ്പോയിട്ടുള്ള, നീണ്ടുപോയിട്ടുള്ള കല്യാണ കാര്യങ്ങൾ, മംഗല്യ കാര്യങ്ങൾ, നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ച് പോകുന്ന നല്ല പ്രപ്പോസൽ വരാനും ലൈഫ് പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുത്ത് ഉറയ്ക്കാനും അല്ലെങ്കിൽ നടക്കാനുമുള്ള വർഷമാണ് ഈ വർഷം. അതോടൊപ്പം സന്താന ഭാഗ്യത്തിൽ തടസ്സങ്ങൾ മാറി നോർമലി നമുക്ക് നല്ലൊരു സന്താന ലക്ഷണം പോസിറ്റീവായിട്ട് വരാനും ഈശ്വരാധീനത്താൽ കുടുംബം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാനും ദൈവാധീനം കാണുന്നുണ്ട്. മൂന്നാമത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ട് കിട്ടാനും, പ്രത്യേകിച്ച് ദേശം വിട്ടായിരിക്കാം, സ്റ്റേറ്റോ ചിലപ്പോൾ രാജ്യം വിട്ടായിരുന്നാലും പഠനകാര്യത്തിലേക്ക് ഉന്നത രീതിയിൽ പോകാനുള്ള ഈശ്വരാധീനം അനുകൂലമാണ് ഈ വർഷം. അത് നടക്കാതിരുന്ന കാര്യത്തിൽ ഒന്ന് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലുള്ള ചേഞ്ചാണ്. അത് നമ്മൾ ശ്രമിച്ചാൽ, നമുക്ക് പഠിച്ചാൽ, നമുക്ക് താല്പര്യപ്പെട്ട മേഖലയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ജോലിയെ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ മാറി നമുക്ക് ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെയും ചെയ്യേണ്ടുന്നത് വിഘ്നങ്ങൾ വരാതിരിക്കാൻ ഗണപതി ഹോമം അമ്പലത്തിലോ വീട്ടിലോ ചെയ്ത് അഷ്ടദ്രവ്യ ഉപചാര സമർപ്പണം നടത്തുക. ഈശ്വരാധീനം, മഹാവിഘ്നേശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് അനുകൂലമാക്കിയെടുക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. വിഘ്നേശ്വര കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും മീനൻ രാശി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം വളരെ മെച്ചമുണ്ടാണ്. അപ്പോൾ ഇന്നിവിടെ ഈ വർഷഫലത്തിൻ്റെ പ്രത്യേക എപ്പിസോഡ് നമുക്ക് തീരുകയാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പേരിലും ചൈതന്യത്തിൻ്റെ പേരിലും നല്ലൊരു പുതുവർഷം ആയിരിക്കുമെന്ന് ദൈവകൃപയാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.